ഹായ് വെൽക്കം ടു സക്സസ് അക്കാഡമി. നമ്മൾ നോക്കാൻ പോകുന്നത് RRB NTPC എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എക്സാം നടന്നത് 28/12/2020 ഈവനിങ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് നോക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ട് നോക്കാം. The smallest square number which is exactly divisible by 12, 15 and 18. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താ, ഒരു സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ. സോ ആ നമ്പറിനെ എന്ത് 12, 15, 18 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് എന്ത് ഈ സ്മോളസ്റ്റ് സ്ക്വയർ നമ്പറിനെ എക്സ് ആണെന്ന് കൺസിഡർ ചെയ്യാം. സോ എക്സ് ബൈ 12 എന്ന് പറയുമ്പോഴും എക്സ് ബൈ 15 എന്ന് പറയുമ്പോഴും അതുപോലെ എക്സ് ബൈ 18 എന്ന് പറയുമ്പോഴും എന്താണ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവണം. സോ നമുക്ക് നോക്കാം എന്ത് ഈ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്ത് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് വഴി ക്വസ്റ്റ്യൻ ചെയ്യാം. സോ അതിനായിട്ട് എന്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്തെന്ന് സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഓപ്ഷനിലെ സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ വേണം നമ്മൾ ആദ്യം സെലക്ട് ചെയ്യാൻ. സോ ഓപ്ഷൻ നോക്കുമ്പോൾ എന്താ ഡി ആണ് എന്ത് സ്മോളസ്റ്റ് ആയിട്ടുള്ള സ്ക്വയർ നമ്പർ. സോ എന്ത് നമുക്ക് 400 ഇട്ട് കൊടുക്കാം. 400 ബൈ 12 എന്ന് പറയുന്നത് എന്ത് ഡിവിസിബിൾ ആവില്ല. 400 ബൈ 15 എന്ന് പറയുന്നത് ഡിവിസിബിൾ ആവില്ല. 400 ബൈ 18 എന്ന് പറയുന്നത് എന്ത് ഡിവിസിബിൾ ആവില്ല. സോ എന്ത് 400 ഒരിക്കലും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാല്യൂ അല്ല. നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏതാ 400 കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ബിഗ്ഗർ എന്ന് പറയുന്നത് ഏതാ 625 ആണ് വരുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം എന്ത് 625 ഒരിക്കലും ഈ 3 നമ്പർ വെച്ച് മൾട്ടിപ്ലൈ അല്ല ഡിവൈഡ് ആയി പോവില്ല. സോ ഒരിക്കലും എന്തല്ല ഓപ്ഷൻ എയും അല്ല. നെക്സ്റ്റ് ഏതാ ഓപ്ഷൻ ബി ആണ് വരുന്നത്. സോ ബി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത് ഓൾറെഡി ഏതൊക്കെ വെച്ച് ഡിവൈഡ് ചെയ്താൽ ഫുൾ ഡിവിസിബിൾ ആവും. സോ നമുക്ക് നോക്കാം എക്സിന് പകരം 900 ഇട്ട് കൊടുക്കാം. 900 ബൈ 12 എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് എന്ത് കട്ട് ചെയ്ത് പോവും. ഇവിടെ 3 വരും 25 വരും. സോ 900 ബൈ 12 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. 900 ബൈ 50 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 5 ചെയ്യാം. സോ 3 വെട്ടിപ്പോയി 20 വരും. സോ 900 ബൈ 50 എന്ന് പറയുന്നതും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അതുപോലെ നെക്സ്റ്റ് ഏതാ 900 ബൈ 80 എന്ന് പറയുന്നത് 9 ഇൻറ്റു 2 എന്ന് എഴുതാം. സോ അതും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. ഇത്ര കിട്ടിയ ആൻസർ 50 എന്ന് കിട്ടും. സോ ഓപ്ഷൻ എലിമിനേഷൻ വഴി നമ്മൾ എന്താ കണ്ടുപിടിച്ചത് 900 ആണ് നമ്മുടെ സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 12, 15 ആൻഡ് 18. സോ നമ്മുടെ ആൻസർ ഏതാ ഓപ്ഷൻ ബി ആണ് വരുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്തത് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡാണ് യൂസ് ചെയ്തത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഓഫ് ആൻ ഇക്വലേറ്റർ ട്രയാങ്കിൾ ഓഫ് സൈഡ് റൂട്ട് എ യൂണിറ്റ്. അതായത് എന്താ പറഞ്ഞേക്കുന്നത് ഇക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ സർക്കിൾ റേഡിയസ് കാണാനാണ് ക്വസ്റ്റ്യൻ. സോ ഒരു റിലേഷൻ ഉണ്ട്. അതായത് എ എന്ന് പറയുന്നതാണ് എന്ത് ഇക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ സൈഡ്. സോ എ ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു റേഡിയസ്. എന്താണ് സൈഡും റേഡിയസും തമ്മിലുള്ള റിലേഷൻ ആണ് എന്ത് എ ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു ആർ. ഇതിലേത് നമുക്കറിയാം സൈഡിൻ്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് √3 യൂണിറ്റ് ആണ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് സർക്കിളിലെ റേഡിയസ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഈ റിലേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. എ നമുക്കറിയാം എത്രയാണ് √3 ആണെന്നറിയാം ഇസ് ഈക്വൽ ടു √3 ഇൻറ്റു ആർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ √3 അടിയിലേക്ക് പോകുമ്പോൾ √3 ബൈ √3 ഇസ് ഈക്വൽ ടു ആർ എന്ന് വരും. അതായത് ഒരു യൂണിറ്റ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ആൻസർ എത്രയാണ് ഓപ്ഷൻ എ 1 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ ഇമ്പോർട്ടൻറ്റ് റിലേഷൻ എന്ന് പറയുന്നത് ഏതാ എ ഇസ് ഈക്വൽ ടു √3 ഇൻറ്റു ആർ. എ എന്ന് പറയുന്നത് സൈഡ്, ആർ എന്ന് പറയുന്നത് സർക്കിൾ റേഡിയസ് ആണ് വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The smallest number which should be subtracted from the smaller number of 4 digits to make it a perfect square. സോ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത് അതായത് ഏറ്റവും ചെറിയ 4 ഡിജിറ്റ് നമ്പർ എടുക്കുക. അതായത് ഏറ്റവും ചെറിയ 4 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് എത്ര 1000 ആണ് വരുന്നത്. സോ ഈ 1000ൻ്റെ ഏത് നമ്പർ കുറച്ചാലാണ് എന്ത് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാമെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ക്വസ്റ്റ്യനിൽ വേറൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് സ്മോളസ്റ്റ് നമ്പർ, അതായത് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കുറച്ചാലാണ് എന്ത് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാമെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് നോക്കാം 1000ന് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഏതാ വരുന്നത്. അതായത് 1000ന് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 961 ആണ് വരുന്നത്. അതായത് എത്രയുടെ 31ൻ്റെ സ്ക്വയർ ആണ് എന്ത് 961. സോ 1000ന് താഴെയുള്ള ഏറ്റവും ചെറിയ നമ്പർ ഏറ്റവും ചെറിയ
അല്ല ഏറ്റവും അടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 961. സോ 1000-നേക്കാളും എത്ര ഡിഫറൻസ് ആണുള്ളത്? 961 എന്ന് പറയുന്നത് 39 ഡിഫറൻസ് ആണ് ഉള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം? 1000-ൻ്റെ 39 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള നമ്പർ കിട്ടും. അതായത് എത്ര? 961 കിട്ടും. സോ ആൻസർ എത്ര വരാം? ഓപ്ഷൻ ബി 39 ആണ് വരിക. കാരണം ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാന്ന് വെച്ചാൽ സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് എത്ര? 1000 ആണ് വരുന്നത്. സോ ഈ 1000-ൻ്റെ ഏറ്റവും കുറഞ്ഞ സംഖ്യ ഏത് കുറച്ചാലാണ് എന്ത് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുക എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം 39 കുറയ്ക്കണം. 39 കുറച്ചാലാണ് നമുക്ക് എന്ത് 961 കിട്ടുക. സോ എത്ര കുറയ്ക്കണം? 39. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. An article was sold at a gain of 12%. Had it been sold for rupees 33 more, the gain would have been 14%. The cost price of the article is. സോ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ആർട്ടിക്കിൾ വിറ്റപ്പോൾ എത്ര? 12% അവിടെ പ്രോഫിറ്റ് ഉണ്ടായത്. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? അതിൻ്റെ കൂടെ അതായത് സെല്ലിംഗ് പ്രൈസിൻ്റെ കൂടെ 33 രൂപയും കൂടി ചേർത്ത് വിറ്റപ്പോൾ എത്ര കിട്ടി? 14% അയാളുടെ ലാഭം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ആദ്യം എത്ര ശതമാനം കിട്ടിയത്? 12% ആളുടെ പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്ര കിട്ടും? അതായത് നമുക്കറിയാം എപ്പോഴും കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 100% വരിക. അപ്പോൾ ആദ്യത്തെ കേസിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര? കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ പ്രോഫിറ്റ് പെർസെൻറ്റേജും കൂടി കൂട്ടാം. സോ 100 + 12 എന്ന് പറയുന്നത് 112% ആണ് എന്ത് വരുന്നത്? ആദ്യത്തെ കേസിൽ സെല്ലിംഗ് പ്രൈസിൻ്റെ പെർസെൻറ്റേജ്. സോ സെക്കൻഡ് കേസിൽ 33 രൂപ കൂടുതൽ വിറ്റപ്പോൾ ആൾക്ക് എത്ര കിട്ടി പ്രോഫിറ്റ്? 14% പ്രോഫിറ്റ് കിട്ടി. സോ അവിടെയും കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാവും? 100% ആണ് വരിക. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര? കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ്, അതായത് 114% ആണ് വരുന്നത്. സോ നമുക്കറിയാം രണ്ട് സെല്ലിംഗ് പ്രൈസ്, ആദ്യത്തെ സെല്ലിംഗ് പ്രൈസിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 112%, രണ്ടാമത്തെ സെല്ലിംഗ് പ്രൈസിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 114%. സോ ആദ്യത്തെ 112%, രണ്ടാമത്തെ 114%. സോ ഈ 112 നിന്ന് 114 ആവാൻ എന്താണ് ഉണ്ടായത്? അതായത് എത്ര രൂപ കൂട്ടിയിട്ടാണ് വിറ്റത് ആൾ? 33 രൂപ കൂട്ടിയിട്ടാണ് ആൾ വിറ്റത്. പെർസെൻറ്റേജ് ഡിഫറൻസ് നോക്കുമ്പോൾ എത്രയാണ് വരുന്നത്? 2% ഡിഫറൻസ് ആണ് അവിടെ വരുന്നത്. അതായത് ആ 2% ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര? ആ 33 രൂപീസാണ്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താ? കോസ്റ്റ് പ്രൈസ് രണ്ട് കേസിലും എത്രയാണ്? 100% ആണ് കോസ്റ്റ് പ്രൈസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 2% ആണ് 33 രൂപീസ് എങ്കിൽ 1% എന്ന് പറയുന്നത് എത്ര വരും? 33/2 രൂപീസ് എന്ന് വരും. അതുപോലെ 100% എന്ന് പറയുന്നത് എത്ര വരും? 33/2 ഇൻറ്റു 100 എന്ന് വരും. അതായത് 50 വരും. ഇസിക്കൽ ടു ആൻസർ എത്ര കിട്ടും? 1650 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ കോസ്റ്റ് പ്രൈസ് എത്ര? 1650 ആണ് വരുന്നത്. ഓപ്ഷൻ ഡി. സോ സിമ്പിളായിട്ട് ആലോചിക്കുകയെന്ന് വെച്ചാൽ എങ്ങനെ വരും? 12% നിന്ന് 14% എന്ത് പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ ആൾ എത്ര രൂപ കൂട്ടി? 33 രൂപ കൂട്ടിയപ്പോഴാണ് എന്ത് 14% ആയത്. സോ 12 നിന്ന് 14 ആവാൻ വേണ്ടിയിട്ട് എത്ര ശതമാനം? 2% ആണ് വന്നത്. സോ ആ 2% എന്ത് 33 രൂപ കൂട്ടിയ ആൾ ചേർത്ത്. സോ 2% ആണ് 33 എങ്കിൽ 1% എന്ന് പറയുന്നത് എത്ര? 33/2. അങ്ങനെയാണെങ്കിൽ 100% എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 1650 എന്ന് കിട്ടും. അതുപോലെ 100% ആണ് എന്ത് നമ്മുടെ കോസ്റ്റ് പ്രൈസ് ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3 persons are invested an amount of money in a business in the ratio of 1/2, 1/3 and 1/4. At the end of a year, the total profit was rupees 15,600. The large share received in profit will be. സോ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? അതായത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്തു. സോ അവർ ഇൻവെസ്റ്റ് ചെയ്ത ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 1/2, 1/3, 1/4 എന്ന റേഷ്യോയിലാണ് എന്ത് അവർ ബിസിനസ്സിന് വേണ്ടി എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞ് എത്ര വന്നു? പ്രോഫിറ്റ് എന്ന് പറയുന്നത് 15,600 ആണ് എന്ത് ഒരു കൊല്ലത്തിന് ശേഷമുള്ള പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും
ലാർജസ്റ്റ് ഷെയർ, അതായത് ഏറ്റവും കൂടുതൽ ഷെയർ കിട്ടിയത് എത്ര രൂപയാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം എന്ത്, അവർ ഇൻവെസ്റ്റ് ചെയ്ത റേഷ്യോ എന്ന് പറയുന്നത് എത്ര, 1/2, 1/3, 1/4 എന്ന റേഷ്യോയിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. സോ ഈ റേഷ്യോയിൽ തന്നെയാണ് എന്ത്, ഈ പ്രോഫിറ്റും അവർ ഷെയർ ചെയ്തെടുക്കുന്നത്. സോ റേഷ്യോ എന്ന് പറയുന്നത് 1/2 1/3 1/4 ആണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോ. സോ ഈ റേഷ്യോയിൽ തന്നെയാണ് എന്ത്, അവർ പ്രോഫിറ്റും ഷെയർ ചെയ്യുന്നത്. സോ നമുക്കറിയാം റേഷ്യോ എങ്ങനെ തന്നേക്കുന്നത്, ഫ്രാക്ഷൻ ഫോമിലാണ് റേഷ്യോ തന്നേക്കുന്നത്. സോ നമുക്ക് അതിനെ സാധാ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഫോമിലേക്ക് മാറ്റണം. സോ നമുക്ക് അറിയാം ഡിനോമിനേറ്ററിൻ്റെ LCM എന്ന് പറയുന്നത് എത്ര വരും, 12 ആണ് വരുന്നത്. സോ ഈ റേഷ്യോ എന്ത്, മൊത്തത്തിൽ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യാൻ എത്ര വരും, 12/2 12/3 12/4, അതായത് 6:4:3 എന്ന റേഷ്യോ കിട്ടും. സോ പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 6:4:3 ആണ് വരുന്നത്. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്ര, 15,600 ആണ് വരുന്നത്. എന്ത്, ടോട്ടൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ റേഷ്യോ എന്ന് പറയുന്നത് 6:4:3. അതായത് റേഷ്യോൻ്റെ സമ്മാണ് എന്ത്, ഈ പ്രോഫിറ്റ്. സോ റേഷ്യോൻ്റെ സം എടുക്കുമ്പോൾ എത്ര വരും, 13 എന്ന് വരും. 13 ആണ് എന്ത്, 15,600 വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഷെയർ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും, 15,600/13 എന്ന് വരും. സോ ആൻസർ എത്ര വരും, 1200 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ഒരു ഷെയർ എന്ന് പറയുന്നത് എത്ര, 1200 നമുക്ക് കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ലാർജസ്റ്റ് ഷെയർ എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ റേഷ്യോ ഇതാണ് 6:4:3. ഇതിൽ ലാർജസ്റ്റ് ഷെയർ ഏതാ, 6 ആണ് വരുന്നത്. സോ ഒരു ഷെയറിൻ്റെ നമുക്ക് എത്ര കിട്ടി, 1200 നമുക്ക് കിട്ടി. സോ 6 യൂണിറ്റിൻ്റെ നമുക്ക് എത്ര കിട്ടും, 1200 ഇൻറ്റു 6 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും, 7,200 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, അതായത് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത റേഷ്യോയിൽ തന്നെയാണ് എന്ത്, പ്രോഫിറ്റും ഷെയർ ചെയ്യുന്നത്. സോ തന്നേക്കുന്നത് എന്ത്, ഫ്രാക്ഷൻ ഫോമിലാണ് തന്നേക്കുന്നത്. നമ്മളതിനെ റേഷ്യോ ആക്കി 6:4:3 എന്നാക്കി. ആ റേഷ്യോൻ്റെ സമ്മാണ് എന്ത്, നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ്. സോ 13 ആണ് 15,600 എങ്കിൽ 1 എന്ന് പറയുന്നത് എത്ര, 1,200 എന്ന് കിട്ടി. ലാർജസ്റ്റ് ഷെയർ എന്ന് പറയുന്നത് എത്ര, 6 ആണ് വരുന്നത്. സോ 6ൻ്റെ കറസ്പോണ്ടിങ് എമൗണ്ട് എന്ന് പറയുന്നത് 7,200 നമുക്ക് കിട്ടി. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A can complete a piece of work in 20 days and B alone can complete the work in 30 days. Due to some other work, A had to leave the work before completion and for the last 5 days B alone did the work. The total time taken to complete the work is. സോ എന്താണ്, എയ്ക്ക് എത്ര ദിവസം, എയ്ക്ക് 20 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആക്കാം. ബിക്കോ 30 ദിവസം കൊണ്ടാണ് ആ വർക്ക് കംപ്ലീറ്റ് ആക്കുന്നത്. സോ ഇവരുടെ LCM ആണ് എന്ത്, ടോട്ടൽ വർക്ക് വരുന്നത്. സോ LCM എന്ന് പറയുന്നത് എത്ര, 20ൻ്റെയും 30ൻ്റെയും LCM എന്ന് പറയുന്നത് എത്ര കിട്ടും, 60 എന്ന് നമുക്ക് കിട്ടും. സോ നമുക്ക് അവരുടെ എഫിഷ്യൻസി കാണാം. എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര, 20x3 ആണ് നമുക്ക് 60 കിട്ടുന്നത്. അതുപോലെ ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര കിട്ടും, 30x2 ആണ് ബിയുടെ എഫിഷ്യൻസി. സോ A/Bയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര, 3:2. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും, 60 എന്ന് നമുക്ക് കിട്ടും. സോ എയുടെയും ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3:2. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്ര, 60 എന്ന് നമുക്ക് കിട്ടി. പിന്നെന്താ പറഞ്ഞേക്കുന്നത്, ഡ്യൂ ടു സം അതർ വർക്ക് എ ഹാഡ് ടു ലീവ് ദ വർക്ക് ബിഫോർ ദ കംപ്ലീഷൻ ആൻഡ് ഫോർ ലാസ്റ്റ് 5 days ബി അലോൺ ഡിഡ് ദ വർക്ക്. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താ, ഡ്യൂ ടു സം ഇഷ്യൂസ് എ എന്താണ്, എ വർക്ക് തീരുന്ന മുമ്പ് എന്ത്, വർക്ക് കഴിയുന്നേക്കാണ് മുമ്പ് ആൾ നിർത്തിപ്പോയെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ലാസ്റ്റത്തെ 5 ദിവസം ആര് വർക്ക് ചെയ്തു എന്നാ, ബി ഒറ്റയ്ക്ക് വർക്ക് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ലാസ്റ്റ് 5 days ആര് മാത്രം, അതായത് എ വർക്ക് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റത്തെ 5 ദിവസം ആരുണ്ടായത്, ബി ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്തത്. സോ ലാസ്റ്റത്തെ 5 ദിവസം ആര് വർക്ക് ചെയ്തു, ബി വർക്ക് ചെയ്തു. സോ ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര, 2. 5 ദിവസം വർക്ക് ചെയ്തപ്പോൾ എത്ര, ആ 5 ദിവസം കൊണ്ട് എത്ര വർക്ക് കംപ്ലീറ്റ് ആക്കി ബി,
10 വർക്ക് കംപ്ലീറ്റ് ആക്കി. സോ ലാസ്റ്റത്തെ 5 ദിവസം കൊണ്ട് ബി ഒറ്റയ്ക്ക് വർക്ക് ചെയ്തപ്പോൾ അവിടെ എത്ര വർക്ക് കംപ്ലീറ്റ് ആയത്? 10 വർക്കാണ് കംപ്ലീറ്റ് ആയത്. സോ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്ര? 60 വർക്കാണ്. അതിൽ ലാസ്റ്റ് 5 ഡേയ്സ് കൊണ്ട് എത്ര വർക്ക്? 10 വർക്ക് കംപ്ലീറ്റ് ആയി. ബാക്കി റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് എത്ര? 60ൽ നിന്ന് 10 പോയി കഴിഞ്ഞാൽ എത്ര വരും? 50 വർക്കാണ് എന്ത് റിമൈനിങ് ആയിട്ടുള്ളത്. സോ ഒന്നുകൂടിയും പറയാം, എന്ത് ലാസ്റ്റ് 5 ഡേയ്സ് ആരെ വർക്ക് ചെയ്ത്? ബി മാത്രമാണ് വർക്ക് ചെയ്ത്. സോ ബി എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്തു? ബി ലാസ്റ്റ് 5 ദിവസമാണ് വർക്ക് ചെയ്ത്. സോ ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 2, ബി 5 ദിവസം വർക്ക് ചെയ്തു. സോ ടോട്ടൽ വർക്ക് എത്ര എടുത്തു? ബി 10 വർക്കാണ് കംപ്ലീറ്റ് ചെയ്ത്. സോ ആ ലാസ്റ്റ് 5 ഡേയ്സ് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ടോട്ടൽ വർക്ക് ചെയ്യുന്ന 5 ദിവസത്തെ വർക്ക് മൈനസ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 50 നമുക്ക് കിട്ടി. സോ റിമൈനിങ് വർക്ക് എത്ര? 50. ഈ 50 വർക്ക് ആരാ ചെയ്തത്? എയും ബിയും കൂടി ഒരുമിച്ചാണ് വർക്ക് കംപ്ലീറ്റ് ആക്കിയത്. കാരണം ക്വസ്റ്റ്യനിൽ വന്നേക്കുന്നത് ലാസ്റ്റ് 5 ദിവസം മാത്രമാണ് എന്ത് ബി വർക്ക് ചെയ്ത്, ബാക്കിയുള്ള ഡേയ്സ് ഒക്കെ ആരാ വർക്ക് ചെയ്ത്? എയും ബിയും ഒരുമിച്ചാണ് വർക്ക് ചെയ്ത്. അതായത് ഈ 50 വർക്ക് എയും ബിയും കൂടി ഒരുമിച്ചാണ് വർക്ക് ചെയ്ത് തീർത്തത്. സോ 50 വർക്ക് ആര് ചെയ്തു? എയും ബിയും കൂടി ഒരുമിച്ച് തീർത്തു. എയുടെയും ബിയുടെയും എഫിഷ്യൻസിയുടെ സം എന്ന് പറയുന്നത് എത്ര? 3 + 2 എന്ന് പറയുന്നത് 5 വരുന്നത്. സോ ആ 50 വർക്ക് അവർ 2 പേരും കൂടി ചേർന്ന് ചെയ്യാൻ എത്ര ദിവസം പിടിച്ചു? 10 ദിവസം കൊണ്ടാണ് വർക്ക് ചെയ്തത്. സോ എയും ബിയും കൂടി ചേർന്ന് 10 ദിവസം കൊണ്ട് വർക്ക് ചെയ്തു. ലാസ്റ്റ് ബി ഒറ്റയ്ക്ക് വർക്ക് ചെയ്തു. സോ ടോട്ടൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം പിടിച്ചു? 15 ദിവസമാണ് എടുത്തത്. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ ടോട്ടൽ വർക്ക്, അതായത് എയും ബിയും കൂടി ചേർന്ന് 10 ദിവസം വർക്ക് ചെയ്തു. ബി മാത്രം എത്ര ദിവസം വർക്ക് ചെയ്തു? 5 ദിവസം വർക്ക് ചെയ്തു. സോ ടോട്ടൽ 15 ദിവസമാണ് അവർ വർക്ക് ചെയ്തത്. സോ ഓപ്ഷൻ സി 15 ഡേയ്സ് ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A number was increased by 40% and thereafter decreased by 40%. The net change in the number in percentages. So എന്താണ്? ഒരു നമ്പർ ആദ്യം 40% കൂട്ടി, പിന്നെന്താണ് 40% കുറച്ചു. അങ്ങനെയാണെങ്കിൽ ഓവറോൾ നമ്പറിൽ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ഉണ്ടായി എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്ത്? നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് സക്സസീവ് പെർസെൻറ്റേജ് ഇക്വേഷൻ യൂസ് ചെയ്താൽ എന്ത്? നമുക്ക് നെറ്റ് പെർസെൻറ്റേജ് ഗെയിൻ ഓർ ലോസ് എത്രയാണെന്ന് മനസ്സിലാവും. സോ സക്സസീവ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് ഇൻറ്റു വൈ ബൈ 100. ഇതാണ് എന്ത്? സക്സസീവ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ എക്സ് എന്ന് പറയുന്നത് എത്ര? 14 വൈ എന്ന് പറയുന്നത് എത്ര? -14 വരുന്നത്. കാരണം എന്താണ്? ഡിക്രീസ് ആണ് ഉണ്ടായത്. സോ ഡിക്രീസ് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് എന്ത്? മൈനസ് ഇട്ട് കൊടുക്കുന്നത്. സോ നമുക്ക് ചെയ്യാം 40 -40 ഇൻറ്റു 40/100. 40 ക്യാൻസൽ ചെയ്ത് പോയി. സോ -600/100 എന്ന് വരും. സോ എത്രയാണ് ഉണ്ടായത്? -16% ആണ് എന്ത് ഡിഫറൻസ് ഉണ്ടായത്. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്ത്? നെറ്റ് ചേഞ്ച് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കൂടുതലാണോ കുറവാണെന്ന്. സോ 16% ആണ് അവിടെ ആൾട്ടർ ഉണ്ടായത്. സോ 2 ഓപ്ഷൻ ഉണ്ട്, ബിയും സിയും. 16% ഇൻക്രീസ് ഓർ 16% ഡിക്രീസ്. സോ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത്? നമുക്ക് ലാസ്റ്റ് സൈൻ സിമ്പൽ കിട്ടിയത്. അതായത് ലാസ്റ്റ് എത്രയാ നമ്മൾ ചെയ്ത് വന്നപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് -16% ആണ് നമുക്കിവിടെ കിട്ടിയത്. സോ മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്ത് എന്താണ്? ഡിക്രീസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ 16% ഡിക്രീസ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് ഇൻറ്റു വൈ ബൈ 100 ആണ്. സോ ലാസ്റ്റ് ഫോർമുലയിൽ പ്ലസ് ആണ് വരുന്നെങ്കിൽ എന്താണ്? ഇൻക്രീസ് ആണ് അവിടെ ഉണ്ടായത്. ലാസ്റ്റ് റിസൾട്ടിൽ മൈനസ് ആണ് വരുന്നെങ്കിൽ അവിടെ ഡിക്രീസ് ആണ് ഉണ്ടായത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കപ്പാസിറ്റി ഓഫ് working by A and B is in the ratio of 3:4. If A takes 12 days to finish the work, the time taken by B to finish the same work is. So നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എയുടെയും ബിയുടെയും കപ്പാസിറ്റി, അതായത് എഫിഷ്യൻസി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാന്ന്? A/Bയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര? 3:4 നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ എന്ത് തന്നിട്ടുണ്ട്? എക്ക് 12 ദിവസം വേണം എന്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ബിക്ക് എത്ര ദിവസം കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് എന്തറിയാം? എക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക? 12 ദിവസം കൊണ്ടാണ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക.
നമുക്ക് എന്ത് വേണം? ടോട്ടൽ വർക്ക് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. സോ ഇവിടെ ടോട്ടൽ വർക്ക് കാണാൻ നമ്മൾ എന്താ ചെയ്യുക? അതായത് ടോട്ടൽ വർക്ക് കാണാൻ നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു എഫിഷ്യൻസി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് കിട്ടും. സോ നമുക്ക് ആരുടെ നമ്പർ ഓഫ് ഡേയ്സ് അറിയാം? എയുടെ നമ്പർ ഓഫ് ഡേയ്സ് അറിയാം. എത്രയാണ്? 12 അറിയാം. സോ എയുടെ എഫിഷ്യൻസിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ എയുടെ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് 12 വരുന്നത്. എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര? 3 വരുന്നത്. സോ എയുടെ നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര വരും? 12 ഇൻറ്റു 3 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 36 കിട്ടും. സോ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്ര? 36 വരുന്നത്. സോ ഈ 36 വർക്ക് ചെയ്യാൻ ബിക്ക് എത്ര ദിവസം പിടിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. സോ ബിയുടെ എഫിഷ്യൻസി എത്ര? ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 4 വരുന്നത്. സോ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 36. സോ 36 വർക്ക് ബിയുടെ എഫിഷ്യൻസി എത്ര? 4 വരുന്നത്. സോ 36 വർക്ക് ബിക്ക് ചെയ്യാൻ എത്ര ദിവസം വേണം? 9 ഡേയ്സ് ആണ് വേണ്ടത്. സോ ബിക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യാം? 9 ദിവസം കൊണ്ടാണ് ചെയ്യുക. സോ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 36 ബൈ ആരുടെ എഫിഷ്യൻസി ആണോ, അതായത് ആരാണോ വർക്ക് തീർക്കണേ? ബി ആണ് വർക്ക് തീർക്കുന്നത്. സോ ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 4 വരുന്നത്. സോ 36 ബൈ ബിയുടെ എഫിഷ്യൻസി 4 നമുക്ക് എത്ര കിട്ടും? 9 ഡേയ്സ് കിട്ടും. അതായത് ഓപ്ഷൻ എ ആണ് ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A can complete a piece of work in 12 days. B is 20% less efficient than A. The number of days it will take for B to complete the work is. So ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താ? എക്ക് ആ വർക്ക് കംപ്ലീറ്റ് ആവാൻ എത്ര ദിവസം വേണം? 12 ദിവസം വേണം. അതുപോലെ B is 20% ലെസ് എഫിഷ്യൻറ്റ് ദാൻ എ എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ B is equal to എത്ര? 20% ലെസ് എഫിഷ്യൻറ്റ് ദാൻ എ എന്ന് പറയുമ്പോൾ എത്ര? B is equal to 80% ഓഫ് എ ആണ് വരുന്നത്. അതായത് എയുടെ 80% എഫിഷ്യൻ്റ് ആരുള്ളൂ? ബി ഉള്ളൂ. സോ ഇത് അറേഞ്ച് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? അതായത് B is equal to 80/100 എന്ന് നമുക്ക് കിട്ടും. 80/100 ഓഫ് എ എന്ന് കിട്ടും. സോ A/B എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 100/80 എന്ന് കിട്ടും. സോ കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എത്ര വരും? 5/4 എന്ന് വരും. സോ ഇതെന്താണ്? അതായത് നമുക്ക് എഫിഷ്യൻസിയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സോ A/B എന്ന് പറയുന്നത് 5/4 എന്ന് കിട്ടി. അതായത് A/B എന്താണ്? 5:4. എയുടെയും ബിയുടെയും എഫിഷ്യൻസി ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. എത്ര? 5:4 എന്നുള്ളത് നമുക്ക് റേഷ്യോ ആയിട്ട് കിട്ടിയത്. സോ എയുടെയും ബിയുടെയും എഫിഷ്യൻസി നമുക്ക് കിട്ടി എത്രയാണ്? 5:4. എ എത്ര ദിവസം വർക്ക് കംപ്ലീറ്റ് ആക്കാൻ? എ 12 ദിവസം കൊണ്ടാണ് എന്ത് ആ വർക്ക് കംപ്ലീറ്റ് ആക്കുന്നത്. സോ നമ്മൾ പ്രീവിയസ് ആയി ചെയ്ത അതേ ക്വസ്റ്റ്യൻ്റെ അതേ മെത്തേഡാണ്. അതായത് ടോട്ടൽ വർക്ക് നമുക്ക് കണ്ടുപിടിക്കണം. ടോട്ടൽ വർക്ക് കാണാൻ നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു എഫിഷ്യൻസി. നമുക്ക് ആരെ നമ്പർ ഓഫ് ഡേയ്സ് അറിയാം? എയുടെ നമ്പർ ഓഫ് ഡേയ്സ് അറിയാം. എത്രയാണ്? 12 വരുന്നത്. എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര? 5 എന്ന് നമുക്കറിയാം. സോ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 12 × 5 ആണ് ടോട്ടൽ വർക്ക് വരുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ എന്താ? ദ നമ്പർ ഓഫ് ഡേയ്സ് ഇറ്റ് വിൽ ടേക്ക് ഫോർ ബി ടു കംപ്ലീറ്റ് ദ വർക്ക്. അതായത് ആ സെയിം വർക്ക് ബി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കും എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 12 × 5. സോ അത് ബി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കും? സോ അതറിയാൻ എന്ത് ചെയ്യുക? ടോട്ടൽ വർക്ക് ബൈ ബിയുടെ എഫിഷ്യൻസി. ബിയുടെ എഫിഷ്യൻസി എത്ര? 4 വരുന്നത്. സോ 4 കട്ട് ചെയ്ത് പോകുമ്പോൾ 3 എത്ര ദിവസം കൊണ്ട്? 15 ഡേയ്സ് കൊണ്ടാണ് എന്ത് ബി ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതായത് ഓപ്ഷൻ ഡി 15 ഡേയ്സ് ആണ് ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ എനി നാച്ചുറൽ നമ്പർ n 6n - 5n ഓൾവേസ് എൻഡ് വിത്ത്. അതായത് 6n - 5n 6ൻ്റെ പവർ അതേപോലെ 5ൻ്റെ പവർ എന്ന് പറയുന്നതും n, അതായത് സെയിം നമ്പർ, അതായത് നാച്ചുറൽ നമ്പർ ആണ് നമുക്ക് വരേണ്ടത്. സോ 6n - 5n ഏത് നമ്പർ ഇട്ടാലും ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ചെക്ക് ചെയ്യാം. സോ 6 + 5 എന്ന് പറയുന്നത് എത്ര വരും? 6 - 5 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടാം? 1 ആണ് വരിക. 6 2 - 5 എന്ന് പറയുമ്പോൾ 36/25 എന്ന് പറയുന്നതും യൂണിറ്റ് ഡിജിറ്റ് ലാസ്റ്റ് ഡിജിറ്റ് ഡിഫറൻസ് ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ് വരിക? 1 ആണ് വരുന്നത്. സോ അതായത് 6n എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ് വരിക? ലാസ്റ്റ് ഡിജിറ്റ് എപ്പോഴും
6 ആണ് വരിക. അതുപോലെ 5n എന്ന് പറഞ്ഞാലും ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എത്ര വരാം? 5 ആണ് വരിക. സോ ഓൾവേസ് അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എത്ര വരാം? 1 ആണ് വരിക. സോ 6n മൈനസ് 5n എന്ന് പറയുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എല്ലാ കേസിലും എത്രയാണ് വരുന്നത്? 1 ആണ് വരുന്നത്. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് cos 2 theta is equal to sin theta and theta lies between 0 and 90, then theta will be. So ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? അതായത് cos 2 theta is equal to sin theta എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് എന്തറിയാം? cos theta is equal to, അതായത് ട്രിഗണോമെട്രിയിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അതായത് cos A is equal to sin B only if A plus B is equal to 90. അതായത് cos A is equal to sin B ആവണമെങ്കിൽ എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവണം? A plus B എന്ന് പറയുന്നത് ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് എത്ര കിട്ടണം? 90 എന്ന് കിട്ടണം. ഇവിടെ cos 2A is equal to cos 2 theta is equal to sin theta എന്ന് തന്നിട്ടുണ്ട്. സോ ഈ രണ്ട് ആംഗിൾസിൻ്റെയും സം എന്ന് പറയുന്നത് എത്ര കിട്ടണം? 90 എന്ന് നമുക്ക് കിട്ടണം. സോ 2 theta plus theta is equal to ആംഗിൾ 90 ആണ് കിട്ടേണ്ടത്. അതായത് 3 theta is equal to 90 കിട്ടണം. സോ തീറ്റയുടെ വാല്യൂ എത്ര കിട്ടും? 19/3 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 30 ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടും. സോ തീറ്റയുടെ ആംഗിൾ അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അതെ. സോ തീറ്റയുടെ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി ആണ് വരുന്നത്. അതായത് ഓപ്ഷൻ സി 30 ഡിഗ്രി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If P is equal to 0.3 into 0.3 plus 0.03 into 0.03 minus 0.6 into 0.03 and Q is equal to 0.54, then P by Q is equal to. സോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, ക്യൂയുടെ വാല്യൂം നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ P by Q എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്ത്? 0.3 രണ്ട് വട്ടം, സോ A സ്ക്വയർ, 0.03 രണ്ട് വട്ടം, അതായത് ബി സ്ക്വയർ, പിന്നെന്താണ്? എയും ബിയും ഇൻറ്റു 2 ആണ് തന്നേക്കുന്നത്. സോ 2 ഇൻറ്റു എ ഇൻറ്റു ബി. സോ ഇത് കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ബി. അതായത് എന്താ? എ മൈനസ് ബി ഓൾ സ്ക്വയർ ആണ് എന്ത് നമുക്കവിടെ തന്നേക്കുന്നത്. സോ എഴുതി എന്ത് കിട്ടും? 0.3 മൈനസ് 0.3 ഓൾ സ്ക്വയർ. അതായത് ആൻസർ എത്ര കിട്ടും? 0.27 സ്ക്വയർ എന്ന് കിട്ടും. അതായത് 0.0729 എന്ന് നമുക്ക് കിട്ടും. സോ പിയുടെ വാല്യൂ എന്താണ്? 0.0729 ആണ് വരുന്നത് പിയുടെ വാല്യൂ. സോ പിയുടെ വാല്യൂ നമുക്ക് കിട്ടി പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.0729 ബൈ എന്താണ്? ബൈ ക്യൂ ആണ് ചെയ്യേണ്ടത്. സോ പി ബൈ ക്യൂ എന്ന് പറയുന്നത് 0.54. സോ പി ബൈ ക്യൂ എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.135 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഈ തന്നേക്കുന്ന എക്സ്പ്രഷൻ ഏതാണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ആണ് വരുന്നത്. സോ അതിനെ ചെറുതാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.0729 എന്ന് കിട്ടും. ബൈ 0.54 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 0.135 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Given below are the marks obtained by 20 students in the mathematics out of 30 marks. 7, 9. സോ റിപ്പീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 2 ഇൻറ്റു മീഡിയൻ മൈനസ് മോഡ് ഓഫ് ദ ഡാറ്റ. അതായത് നമുക്ക് ആദ്യം മീഡിയം കാണണം, പിന്നെ എന്ത്? മോഡ് കാണണം. സോ നമുക്ക് മീഡിയം കാണാൻ എന്ത് ചെയ്യണം? അതായത് ഇവർ അസെൻഡിങ് ഓർഡറിൽ നമുക്ക് എഴുതണം. സോ അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ ആരാ ആദ്യം വരും? 7 ആദ്യം വരും, പിന്നെ ആരാ? 9, പിന്നെ ആരാ? പിന്നെ 12 വരും. 12 എത്ര എണ്ണം? 1, 2, 3, 3 എണ്ണം വരും. 12, 1, 2, 3. അടുത്ത ആരാ? 13, 2 എണ്ണം. 13 2 എണ്ണമാണ് വരുന്നത്. സോ 13. 14 എത്ര എണ്ണം? 1, 2, 3, 4, 4 എണ്ണം. 15 എത്ര എണ്ണം? 1 ഒരെണ്ണം, ഒരു 15,
16 എത്ര എണ്ണം 1, 16 ഒരെണ്ണം, 17 എത്ര എണ്ണം 17 ഒരെണ്ണം, 18 എത്ര എണ്ണം 1, 2, 3 എണ്ണം, 19 എത്ര എണ്ണം 1, 19 ഒരെണ്ണം, 20 എത്ര എണ്ണം 1, 2, 2 20. സോ അസെൻഡിങ് ഓർഡറിൽ എഴുതി. സോ അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ ആദ്യം വന്നത് ആര് 7, ലാസ്റ്റ് വന്നത് 20. സോ നടുക്കിൽ, അതായത് ഈ പാറ്റേണിൻ്റെ നടുക്കിൽ ആരാണ് വരുന്നത്? സെൻറ്ററിൽ വരുന്ന ആളെന്ന് പറയുമ്പോൾ ആരാണ്? 14 എന്ത് സെൻട്രലായിട്ട് വരുന്നത്. സോ മീഡിയൻ എന്ന് പറയുന്നത് എന്താ? മീഡിയൻ എന്ന് പറയുന്നത് അതായത് തന്നേക്കുന്ന സീരീസ് അസെൻഡിങ് ഓർഡറിൽ ചെയ്യുമ്പോൾ ആരാണ് ഏറ്റവും നടുക്കിൽ വരുന്നത്? അതാണ് എന്ത് മീഡിയൻ. സോ മീഡിയൻ എന്ന് പറയുന്നത് ഇവിടെ എത്ര വരുന്നത്? 14 വരുന്നത്. നെക്സ്റ്റ് മോഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മോഡ് എന്ന് പറയുന്നത് എന്താ? ഏറ്റവും കൂടുതൽ വട്ടം റിപ്പീറ്റ് ചെയ്ത ആരാണ്? അതാണ് എന്ത് മോഡ്. സോ ഇവിടെ നമുക്കറിയാം എന്ത് 4 വട്ടം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ മോഡ് എന്ന് പറയുന്നത് എത്ര വരാം? ആ റിപ്പീറ്റ് ചെയ്ത നമ്പർ അതായത് 14 വരാം. സോ 2 ഇൻറ്റു മീഡിയം എന്ന് പറയുന്നത് 2 ഇൻറ്റു 14 മൈനസ് മോഡ് എന്ന് പറയുന്നത് 14. സോ 14 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ഓപ്ഷൻ എ 14 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ മീഡിയം കാണാൻ നമ്മൾ എന്താ ചെയ്യുക? അസെൻഡിങ് ഓർഡറിൽ ഏതാ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന നമ്പർ ആവും എന്ത് നമ്മുടെ മീഡിയൻ. മോഡ് എന്ന് പറയുന്നത് എന്താ? ഏറ്റവും കൂടുതൽ വട്ടം റിപ്പീറ്റ് ചെയ്ത് ആരാണ്? അതാണ് എന്ത് മോഡ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് x satisfies the equation x square minus 2x plus 1 is equal to 0, then find the value of x cube minus 1 by x cube. സോ നമുക്ക് എന്തറിയാം? നമുക്ക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ഇസ് ഇക്വൽ ടു 0 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അറേഞ്ച് ചെയ്ത് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 1 ഇസ് ഇക്വൽ ടു 2x നമുക്ക് എഴുതാം. ഈ എക്സ് അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ എക്സ് പ്ലസ് 1 ബൈ എക്സ് ഇസ് ഇക്വൽ ടു 2 എന്ന് കിട്ടും. അതായത് എക്സ് പ്ലസ് 1 ബൈ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ് നമുക്ക് കിട്ടും. സോ എക്സ് പ്ലസ് 1 ബൈ എക്സിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ എക്സിന് നമുക്ക് ഏത് വാല്യൂ ഇട്ട് കൊടുക്കാം? എക്സ് ഇസ് ഇക്വൽ ടു 1 എന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. അതായത് എക്സിന് 1 പ്ലസ് 1 ബൈ 1, അതായത് 1 പ്ലസ് 1 എന്ന് പറയുന്നത് നമുക്ക് ആൻസർ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. സോ എക്സിൻ്റെ വാല്യൂ എത്ര ഇട്ട് കൊടുക്കാൻ പറ്റും? 1 എന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. സോ കണ്ടുപിടിക്കേണ്ടത് എന്താ? എക്സ് ക്യൂബ് മൈനസ് 1 ബൈ എക്സ് ക്യൂബിൻ്റെ വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ എക്സിൻ്റെ അവിടെ 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 ക്യൂബ് എന്ന് പറയുന്നത് 1 മൈനസ് 1 എന്ന് പറയുന്നത് ഫൈനൽ ആൻസർ നമുക്ക് എത്ര കിട്ടുക? 0 എന്ന് നമുക്ക് കിട്ടും. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If root 2 plus root x is equal to root 3, then what is the value of x? So എക്സിൻ്റെ വാല്യൂ ആണ് നമുക്കിവിടെ വേണ്ടത്. സോ നമുക്ക് എന്തറിയാം? റൂട്ട് 2 പ്ലസ് റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് 3 ആണെന്നറിയാം. റൂട്ട് എക്സ് ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിയാൽ എന്ത് കിട്ടും? റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് 3 മൈനസ് റൂട്ട് 2 എന്ന് നമുക്ക് എഴുതാം. ഇനി എന്താ? റൂട്ട് എക്സിലെ റൂട്ട് നമുക്ക് കളയണം. അതിനെന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുക. രണ്ട് ഭാഗത്തും നമ്മൾ സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? റൂട്ട് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് എന്ന് വരും. അതുപോലെ റൂട്ട് 3 മൈനസ് റൂട്ട് 2 ഓൾ സ്ക്വയർ എന്ന് പറയുന്നത് ഏത് ഫോർമാറ്റിലാണ്? എ മൈനസ് ബി ഓൾ സ്ക്വയർ, അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. സോ എ സ്ക്വയർ എന്ന് പറയുന്നത് 3 വരും, ബി സ്ക്വയർ എന്ന് പറയുന്നത് 2 വരും, മൈനസ് 2 ഇൻറ്റു റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2, അതായത് 5 മൈനസ് 2 ഇൻറ്റു റൂട്ട് 6 എന്ന് നമുക്ക് കിട്ടും. എന്തിൻ്റെ വാല്യൂ? എക്സിൻ്റെ വാല്യൂ. അതായത് ഓപ്ഷൻ ഡി 5 മൈനസ് 2 റൂട്ട് 6 ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The sum of two numbers is 1500 and their LCM is 16,379. The two numbers are, അതായത് നമുക്ക് നമ്പേഴ്സിൻ്റെ സമ്മ് തന്നിട്ടുണ്ട് എത്രയാന്ന്? 1500 അന്ന് തന്നിട്ടുണ്ട്. അതുപോലെ LCM തന്നിട്ടുണ്ട് എന്താണ്? 16,379 അന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ആ രണ്ട് നമ്പേഴ്സ് ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്ത്? ഓപ്ഷൻ എലിമിനേഷൻ വഴി നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. സോ ഓപ്ഷൻ എലിമിനേഷൻ വെച്ച് നോക്കുമ്പോൾ എന്താ? LCM നമുക്ക് തന്നിട്ടുണ്ട് എത്രയാന്ന്?
16,379 നമുക്ക് തന്നിട്ടുണ്ട് നമ്പർ. സോ അല്ല, എൽ സി എം എത്രയാണ്? 16,379 നമുക്ക് തന്നിട്ടുണ്ട്. സോ ഈ എൽ സി എം വെച്ച്, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ടോട്ടലി ഡിവിസിബിൾ ആവും. അതായത് എൽ സി എം നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ വെച്ച് ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ എന്ന് പറയുന്നത് 0 കിട്ടും. അതായത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവും. നമ്മുടെ എൽ സി എം എന്താണ്? 16,379 ബൈ നമുക്ക് കണ്ടുപിടിക്കേണ്ട 2 നമ്പർ ഉണ്ട്. ആ 2 നമ്പർ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്താലും നമുക്ക് റിമൈൻഡർ എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവും. സോ നമുക്ക് ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ എന്ത്? ഓപ്ഷനിൽ സെക്കൻഡ് നമ്പർ എപ്പോഴും 2 ഡിജിറ്റ് ആണ് വരുന്നത്. സോ സെക്കൻഡ് നമ്പറിൽ 11 വെച്ച് എന്ത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തു പോകും. അതായത് 16,379. അതായത് 16,379 എന്ന് പറയുന്നത് 11ൻ്റെ മൾട്ടിപ്പിൾ ആണോന്ന് ചെക്ക് ചെയ്യുക. സോ ചെക്ക് ചെയ്യാൻ എന്താ ചെയ്യുക? ആൾട്ടർനേറ്റീവ് നമ്പേഴ്സിൻ്റെ സം എടുക്കുക. സോ സം എടുക്കുമ്പോൾ 9 + 3 + 1 എന്ന് പറയുന്നത് എത്ര കിട്ടും? 1 എന്ന് പറയുന്നത് 11 എന്ന് കിട്ടും. നെക്സ്റ്റ് ആൾട്ടർനേറ്റീവ് നമ്പർ എന്ന് പറയുന്നത് 7 + 11 അല്ല, സോറി, 9 + 3 + 1 എന്ന് പറയുന്നത് 13 എന്ന് കിട്ടും. 7 + 6 എന്ന് പറയുന്നത് എത്ര കിട്ടും? 13 കിട്ടും. സോ ആൾട്ടർനേറ്റീവ് നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് ആദ്യത്തെ ആൾട്ടർനേറ്റീവ് 13ഉം രണ്ടാമത്തെ ആൾട്ടർനേറ്റീവിൻ്റെ സം എന്ന് പറയുന്നത് 13 ആണ് വന്നത്. സോ ഇവർ രണ്ടുപേരും ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര? ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആണ് വരുന്നത്. അതായത് ആൾട്ടർനേറ്റീവ് നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ 0 അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾ ആണ് വരുന്നതെങ്കിൽ ആ നമ്പർ 11ൻ്റെ മൾട്ടിപ്പിൾ ആണ് എന്നാണ് എന്ത് ഡിവിസിബിലിറ്റി റൂള്. സോ നമ്മൾ ഈ നമ്പർ 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്തു. ആൾട്ടർനേറ്റീവ് നമ്പേഴ്സിൻ്റെ സം എടുത്തു. സമ്മിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 0 കിട്ടി. 0 അല്ലെങ്കിൽ 11 കിട്ടി കഴിഞ്ഞാൽ എന്താണ്? ആ നമ്പർ 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ ഈ തന്ന എൽ സി എം എന്ന് പറയുന്നത് ആരുടെ മൾട്ടിപ്പിൾ ആണ്? 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ നമ്മുടെ ആൻസർ എത്ര വരാം? ഓപ്ഷൻ എ ആണ് വരിക. നമ്മൾ ഡിവിസിബിലിറ്റി റൂളാണ് എന്ത് നമ്മൾ ഇവിടെ യൂസ് ചെയ്ത്. ഏതിൻ്റെ? 11ൻ്റെ ഡിവിസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്തു. തന്നേക്കുന്ന നമ്പർ 11ൻ്റെ ആയിട്ട് ഡിവിസിബിളായി പോകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ആൻസർ ചെയ്ത് ഓപ്ഷൻ എ എന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്തു. അതുപോലെ എന്ത് ചെയ്യാം? 47ഉം 21ഉം 447ഉം ചെക്ക് ചെയ്യുക. അതൊരിക്കലും എന്ത് 16,379ൻ്റെ ഡിവിസിബിളായി വരില്ല. ആകെ ഡിവിസിബിളായി വരുന്നത് ഏത് മാത്രമാണ്? 11 മാത്രമാണ് ഡിവിസിബിളായിട്ട് വരുന്നത്. സോ നമ്മുടെ ആൻസർ എത്ര? ഓപ്ഷൻ എ ആണ് വരുന്നത്. സോ ഓപ്ഷൻ എലിമിനേഷൻ അതുപോലെ ഡിവിസിബിലിറ്റി റൂൾ നമ്മളിവിടെ യൂസ് ചെയ്തു. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The numerator of a fraction is 2 less than the denominator. If the number is multiplied by 2 and denominator is multiplied by 3, then the fraction becomes, fraction becomes എത്ര? 2/9. അതായത് എന്ത്? ജസ്റ്റ് അസ്യൂം ചെയ്യുക. ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എത്ര? x/y ആണ്. സോ ന്യൂമറേറ്റർ എത്ര? ന്യൂമറേറ്റർ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ ഡിനോമിനേറ്റർ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ഫ്രാക്ഷൻ എങ്ങനെ മാറുന്നു? ഫ്രാക്ഷൻ 2/9 എന്ന ഫ്രാക്ഷനായി മാറും. അതായത് ഓൾറെഡി ഒരു ഫ്രാക്ഷൻ ഉണ്ട് x/y. അതിൽ ന്യൂമറേറ്ററിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ഡിനോമിനേറ്ററിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഫ്രാക്ഷൻ എങ്ങനെയായി മാറി? 2/9 ആയി. അങ്ങനെയാണെങ്കിൽ ആ ഫ്രാക്ഷൻ എത്ര എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്ക് എന്ത് അറേഞ്ച് ചെയ്യുമ്പോൾ 2x/3y = നമുക്ക് എത്ര കിട്ടി? 2/9 ആണെന്ന് നമുക്ക് അറിയാം. സോ 3 അങ്ങോട്ട് പോവുക, 2 അടിയിലേക്ക് പോവുക. സോ x/y എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 2 × 3/9 × 2. 2 2 വെട്ടിപ്പോയി, 3 ഇതിൽ ഒരു വട്ടം. സോ x/y എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 1/3 നമുക്ക് കിട്ടും. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ ഫസ്റ്റ് തന്ന സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യം നമുക്കില്ല. നമ്മൾ എന്ത് ചെയ്തു? സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തൊട്ടാണ് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചത്. സോ ഓപ്ഷൻ ബി 1/3 ആണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In a school, the average age of boys and girls together is 16.8 years and the average age of boys is 15.4 years and the average age of girls is 18.2. The ratio of number of boys to girls in the school is. സോ ക്വസ്റ്റ്യൻ എന്തുണ്ട്? ആ ക്ലാസ്സിലെ ഓവറോൾ ഏവറേജ്, അതായത് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും കൂടിയിട്ടുള്ള ഏവറേജ് എത്ര?
16.8. അതുപോലെ ബോയ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എത്ര? 15.4. ഗേൾസിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എത്ര? 18.2. അങ്ങനെയാണെങ്കിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? ദ നമ്പർ ഓഫ് ബോയ്സ് ടു ഗേൾസിൻ്റെ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം? അലിഗേഷൻ മെത്തേഡ് വഴി ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. സോ ബോയ്സിൻ്റെ വെയ്റ്റിൻ്റെ ഏജിൻ്റെ വെയ്റ്റ് ആവറേജ് എന്ന് പറയുന്നത് എത്ര വരും? ഏജിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 15.4. ഗേൾസിൻ്റെ ഏജിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എത്ര? 18.2 ആണ് വരുന്നത്. സോ ബോയ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 15.4, ഗേൾസിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 18.2. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും അതായത് ഓൾ ക്ലാസിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എത്ര? 16.8 ആണ് വരുന്നത്. സോ ബോയ്സിൻ്റെ ആവറേജ്, ഗേൾസിൻ്റെ ആവറേജ്, ഹോൾ ക്ലാസിൻ്റെ ആവറേജ്. സോ അലിഗേഷൻ ചെയ്യാം. അലിഗേഷൻ ചെയ്യാനായിട്ട് ഡിഫറൻസ് കാണുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1.4 എന്ന് കിട്ടും. അതുപോലെ ഇവിടെ ഡിഫറൻസ് 16.8 മൈനസ് 15.4 എന്ന് പറയുന്നത് 1.4 എന്ന് കിട്ടും. റേഷ്യോ ആക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1.4 1.4, അതായത് 1:1 എന്ന് കിട്ടും. എന്ത്? ബോയ്സ് ഇസ് ടു ഗേൾസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി 1:1 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നമ്മളിവിടെ അലിഗേഷൻ മെത്തേഡാണ് നമ്മളോട് യൂസ് ചെയ്തത്. അതിനായിട്ട് നമ്മൾ ആദ്യം ബോയ്സിൻ്റെ ആവറേജ്, ഗേൾസിൻ്റെ ആവറേജ്, നടുക്കിൽ ആ ഓൾ ക്ലാസിൻ്റെ ആവറേജ്. സോ അലിഗേഷൻ ചെയ്യുമ്പോൾ അടിയിൽ എന്ത് കിട്ടും? ബോയ്സ് ഇസ് ടു ഗേൾസിൻ്റെ നമ്പേഴ്സിൻ്റെ ആവറേജ്, അതായത് ബോയ്സ് ഇസ് ടു ഗേൾസിൻ്റെ നമ്പറിൻ്റെ റേഷ്യോ ആണ് നമുക്ക് അടിയിൽ കിട്ടുന്നത്. അതായത് നമുക്ക് എത്ര കിട്ടിയേ? 1.4:1.4 എന്നാണ് കിട്ടിയത്. അതിന് കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ എത്ര കിട്ടി? 1:1 എന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടി. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.